നമസ്കാരം. ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ മർദ്ദനമാണല്ലോ ഇപ്പോൾ സംസാര വിഷയം. ഈ ഒരു വിഷയത്തിൽ പല പ്രതികരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ണിമുകുന്ദൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ്റെ പ്രതികരണം വരുന്നതിന് മുൻപേ തന്നെ ഞാൻ ഉണ്ണിമുകുന്ദൻ്റെ പക്ഷത്തായിരുന്നു. പൂർണ്ണമായും ഈ ഒരു വിഷയത്തിൽ ഉണ്ണിമുകുന്ദനെയാണ് പിന്തുണയ്ക്കുന്നത്. കാരണം മലയാള സിനിമയെ നശിപ്പിക്കുന്നതിൽ ഇത്തരം മാനേജർമാർക്ക് ഒരു സുപ്രധാനമായ പങ്കുണ്ട്. ആ സുപ്രധാനമായ പങ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയ സെലിബ്രിറ്റികൾ, അതിപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ കാര്യം മാത്രമല്ല, ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ്, നിവിൻ പോളി, അങ്ങനെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മാനേജർമാരുണ്ടാവും. അപ്പോൾ പുതുമുഖ സംവിധായകരും പുതുമുഖ എഴുത്തുകാരും ആദ്യമേ തന്നെ നേരിട്ട് ഈ പറയുന്ന ദുൽഖർ സൽമാനിലേക്കോ ടൊവിനോ തോമസിലേക്കോ അല്ലെങ്കിൽ നിവിൻ പോളിയിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പേ കാണുന്ന ഒരാളാണ് ഈ മാനേജർമാർ. കാരണം ഈ ഉണ്ണിമുകുന്ദനും ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാട് തിരക്കുകളുണ്ടാവും. അവർക്കിപ്പോൾ എല്ലാവരെയും, വരുന്ന എല്ലാ പുതുമുഖ സംവിധായകരെയും എഴുത്തുകാരെയും ഒക്കെ കേൾക്കാനും അവരോട് ഒപ്പം സമയം ചെലവഴിക്കാനും ഒക്കെ ഒരു അപര്യാപ്തത ഉണ്ടാകാം. കാരണം അവർക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്നത് ഈ പറയുന്ന മാനേജർമാരെയാണ്. എന്നാൽ ഈ ഏൽപ്പിക്കുന്ന മാനേജർമാരെന്താ ചെയ്യുക? 5 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല, 10 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല, തിരക്കാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് സിനിമാ താരങ്ങൾക്കില്ലാത്ത ജാടയും സിനിമാ താരങ്ങൾക്കില്ലാത്ത ഒരു തരം കോംപ്ലക്സും ഈ പറയുന്ന പുതുമുഖ സിനിമാക്കാരോട് കാണിക്കുന്നത് കുറേ കാലമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ ഉണ്ണിമുകുന്ദൻ പ്രതികരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഉണ്ണിമുകുന്ദൻ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരു കുറിപ്പ് ഇംഗ്ലീഷിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ കുറിപ്പിൽ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കുറിപ്പ് വായിച്ചതിന് ശേഷം ഉണ്ണിമുകുന്ദന് പിന്തുണ വർദ്ധിച്ചിരിക്കുകയാണ്. പല പ്രമുഖ മീഡിയാസും ഉണ്ണിമുകുന്ദനെതിരെ ഒരു ആയുധമാക്കി ഈ ഒരു ഇഷ്യൂ മാറ്റുന്നുണ്ട്. ഉണ്ണിമുകുന്ദനെ തകർക്കാനുള്ള ഒരു ആയുധമാക്കി ഈ മാനേജർ എന്ന് പറയപ്പെടുന്ന വിപിൻ കുമാറിനെ കരുവാക്കുന്നുണ്ട്. അത് ആ മാനേജറായിട്ട് ഉള്ള വിപിൻ കുമാർ നല്ലോണം മുതലെടുക്കുന്നുണ്ട്. കുറേ മീഡിയകൾ കിടന്ന് നിരങ്ങി ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട്. അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ടിയാൻ മനസ്സിലാക്കിയില്ല, ഇദ്ദേഹത്തെ തല്ലി എന്ന് പറയുന്ന ആ സ്ഥലത്ത് CCTV ഉണ്ടെന്നുള്ള കാര്യവും ആ CCTVയിൽ ഈ തല്ലുന്നതായിട്ടുള്ള ഒരു ദൃശ്യങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യവും ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നിന്ന് ഉണ്ണിമുകുന്ദനെ കരിവാരി തേക്കുമ്പോൾ, മർദ്ദിച്ചു, തല്ലി, അതാക്കി ഇതാക്കി എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ അറിഞ്ഞിരുന്നില്ല അവിടെ ഒരു CCTV ഉള്ള കാര്യവും. അല്ലെങ്കിൽ അറിഞ്ഞിട്ട് തന്നെ ഇനി കള്ളം പറയുന്നതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയതാണോ എന്നറിയില്ല. എന്നിരുന്നാലും CCTV ദൃശ്യങ്ങളിൽ ഉണ്ണിമുകുന്ദൻ ഈ പറയുന്ന വിപിൻ കുമാറിനെ തല്ലുന്നതായുള്ള ദൃശ്യങ്ങൾ ഇല്ല എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പോലീസിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്, ഉണ്ണിമുകുന്ദനെതിരെ കൊടുത്ത പരാതിയിൽ പലതും വസ്തുതാ വിരുദ്ധമാണെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കില്ല. ഈ പറയുന്ന വിപിൻ കുമാർ സിനിമാ സംഘടനകൾക്കും ഉണ്ണിമുകുന്ദനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബി ഉണ്ണികൃഷ്ണൻ പോലുള്ള സിനിമാ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പറയുന്നത് ഉടനെ തന്നെ ഇക്കാര്യത്തിലൊരു നടപടി എടുക്കാൻ സാധ്യമല്ല. ഇതിലൊരുപാട് കാര്യങ്ങൾ ലിങ്ക്ഡ് ആണ്. സിനിമയിൽ തന്നെയുള്ള പല കാര്യങ്ങൾ ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളും മറ്റും മനസ്സിലാക്കി ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന നിലപാടിലാണ് സിനിമാ സംഘടനകളും. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് കുറേ വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ നിന്ന് വിളമ്പിയാൽ തീർന്നു പോകുന്ന ഒരു സ്റ്റാർഡമാണ് ഉണ്ണിമുകുന്ദന് എന്ന് ആരും കരുതണ്ട. ഉണ്ണിമുകുന്ദൻ ഇതിനെ വളരെ ശക്തമായിട്ട് തന്നെയാണ് നേരിടുന്നത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പിൽ വ്യക്തമായിട്ട് ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. വിപിൻ കുമാർ എന്ന വ്യക്തി അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് 2018 ഒരു PRO എന്ന നിലയിലാണ് ആദ്യമായിട്ട് ഇദ്ദേഹം ഉണ്ണിമുകുന്ദനെ കോണ്ടാക്റ്റ് ചെയ്യുന്നത്. അന്ന് ഉണ്ണിമുകുന്ദൻ്റെ തന്നെ പ്രൊഡക്ഷനിലുള്ള ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അന്ന് ഇദ്ദേഹം പറഞ്ഞ് കൺവിൻസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സിനിമാ നടന്മാരുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളടക്കം മാനേജ് ചെയ്യുന്നതും അവരെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ഇദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിമുകുന്ദനെ കൺവിൻസ് ചെയ്തിട്ടാണ് ഉണ്ണിമുകുന്ദൻ്റെ ടീമിൽ ചേരുന്നത്. അപ്പോഴും ഓൺ റെക്കോർഡ് ഒരു മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് ചേരുന്നതായുള്ള ഒരുവിധ രേഖകളോ ഒന്നുമില്ല. ഒരു മാനേജറായിട്ടാണ് ഇയാൾ എടുക്കുന്നതെന്ന് ഉണ്ണിമുകുന്ദനും പറഞ്ഞിട്ടില്ല. ഇയാൾ തന്നെയാണ് സ്വയം പ്രഖ്യാപിത ഉണ്ണിമുകുന്ദൻ്റെ മാനേജറായിട്ട് ഇങ്ങനെ വിളയാടിക്കൊണ്ടിരുന്നിരുന്നത്. പക്ഷേ ആ വിളയാട്ടമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ ഉണ്ണിമുകുന്ദൻ എഴുതിയിരിക്കുന്നത് 2018 ഈ പറഞ്ഞ വിപിൻ കുമാറിനെ പരിചയപ്പെടുന്നത്. ഒരുപാട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ്
ഉണ്ണിമുകുന്ദൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചോ മറ്റോ ആണ് ഉണ്ണിമുകുന്ദൻ ആദ്യമായിട്ട് ഈ വിപിൻ കുമാറിനെ കാണുന്നത്. അതിനുശേഷം ഈ വിപിൻ കുമാറുമായിട്ട് ആദ്യത്തെ പ്രശ്നം ഉണ്ടാകുന്നത് സമീപകാലത്ത് ഉണ്ണിമുകുന്ദൻ്റെ ബ്ലോക്ക് ബസ്റ്ററായി മാറിയ മാർക്കോ എന്ന സിനിമയുടെ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഈ വിപിനുമായിട്ട് ഉണ്ണിമുകുന്ദൻ ആദ്യമായിട്ട് തെറ്റുന്നത്. അതുവരെ ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിലാണ് പോയിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ഇഷ്യൂ ഉണ്ടാകുന്നത് മാർക്കോ സിനിമയുടെ സമയത്താണ്. അത് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത്. ഈ മാർക്കോയുടെ ഒരു പ്രൊമോഷൻ ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെൻറ്റ്സ്, അതായത് സെബാൻ എന്നുള്ള ഒരു വ്യക്തി നോക്കുന്ന ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെൻറ്റ്സിനും ഉണ്ടായിരുന്നു. പക്ഷേ വിപിൻ ഈ ഒബ്സ്ക്യൂറയുമായി ഉണ്ടായ ഒരു പ്രശ്നം അത് ഉണ്ണിമുകുന്ദനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചു. കാരണം ഇവരുടെ ഈ ഒരു രണ്ടുപേരുടെയും ഈ ഒരു പ്രശ്നം സമൂഹ മാധ്യമങ്ങളിലടക്കം വന്നത് ഉണ്ണിമുകുന്ദന് ഒരു തരത്തിൽ ഒരു അപകീർത്തികരമായി മാറിയ ഒരു സാഹചര്യമായിരുന്നു. കാരണം മാർക്കോ സിനിമ അത്രത്തോളം വലിയ ഹിറ്റായി ഒരുപാട് സന്തോഷിക്കേണ്ട ഒരു സമയത്ത് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽപ്പെട്ടതിൻ്റെ ഒരു മനോവിഷമം ഉണ്ണിമുകുന്ദന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് വിപിൻ്റെ ക്യാരക്ടർ കൂടുതലായിട്ട് ഉണ്ണിമുകുന്ദന് മനസ്സിലാകുന്നത്. വിപിൻ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ സാഹചര്യങ്ങളെ ഡീൽ ചെയ്തത്. അതായത് വിപിൻ്റെ മാത്രം ക്രെഡിറ്റാക്കി മാറ്റാൻ ഈ മാർക്കോയുടെ വിജയം എന്നുള്ളത് വിപിൻ്റെ പ്രൊമോഷൻ്റെ ക്രെഡിറ്റാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും വിപിൻ നടത്തിയിരുന്നു. വിപിൻ തന്നെ പറയുന്നുണ്ട്, ഉണ്ണിമുകുന്ദനെ മാത്രമല്ല ടൊവിനോ തോമസ് അങ്ങനെയുള്ളവരുടെയൊക്കെ സോഷ്യൽ മീഡിയയും അവരുടെ സിനിമാ പ്രൊമോഷനൊക്കെ നോക്കുന്ന ഒരു PRO കൂടിയാണ് അയാളെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണിമുകുന്ദനെ മാത്രമല്ല, ഇയാൾ പറയുന്ന പോലെ ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ എന്നുള്ള ലെവലിലല്ല, അയാൾ എല്ലാം ഈ ഒരേ സമയത്ത് തന്നെ പല പല സെലിബ്രിറ്റീസിൻ്റെ പല പല കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഉണ്ണിമുകുന്ദൻ പറയുന്നത് ഈ വിപിൻ എന്ന് പറയുന്ന ആളുമായി ആദ്യത്തെ ഒരു സ്വരച്ചേർച്ച അല്ലെങ്കിൽ ഒരു അസ്വാരസ്യം ഉണ്ടാകുന്നത് മാർക്കോ സിനിമയുടെ വേളയിലാണ്. ആ സിനിമയുടെ പ്രൊമോഷനും വിജയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കങ്ങളിൽ ഈ പ്രൊമോഷൻ ടീമുകൾ തമ്മിലുള്ള തർക്കത്തിലാണ് ഉണ്ണിമുകുന്ദനെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഉണ്ണിമുകുന്ദന് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് വിപിൻ കുമാർ പെരുമാറുന്നത്. അതിനുശേഷം പല വിധത്തിൽ ഈ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറിനെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഓരോ സാഹചര്യം വരുമ്പോഴാണല്ലോ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ടായ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ നല്ല രീതിയിൽ ഈ വിപിൻ കുമാറിൻ്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ മൂന്നാമത്തെ പാരഗ്രാഫിൽ അതിനെക്കുറിച്ച് ഉണ്ണിമുകുന്ദൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ഒരുപാട് പ്രവൃത്തികൾ വിപിൻ കുമാറിൻ്റെ ഒരുപാട് പ്രവൃത്തികൾ ഉണ്ണിമുകുന്ദൻ്റെ വർക്കിനെ സിനിമാ കരിയറിനെ മോശമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഉണ്ണി പറയുന്നത്. അതുമാത്രമല്ല ഉണ്ണിമുകുന്ദനെതിരെ പല പല ഇടങ്ങളിൽ ഇയാൾ ഗോസിപ്പുകളും ലൂസ് ടോക്കുകളും നടത്തിയതായും ഉണ്ണിമുകുന്ദന് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഉണ്ണിമുകുന്ദനെ സ്നേഹിക്കുന്ന പലരും ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോഴെല്ലാം ഉണ്ണിമുകുന്ദൻ ഒരു തരത്തിൽ മൗനം പാലിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇഷ്യൂ മുഖാന്തരമാണ് നമ്മളടക്കം ഈ പ്രശ്നങ്ങൾ അറിയുന്നത്. പക്ഷെ അത്രയും നാൾ ഉണ്ണിമുകുന്ദനെ എതിരെ കൂടെ നിന്ന് ഒറ്റി എന്ന് പറയുന്ന തരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ വിപിൻ കുമാർ പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞിട്ട് പോലും ഉണ്ണിമുകുന്ദൻ വിശ്വസിക്കാതെ വിപിൻ കുമാറിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു മൗനം പാലിച്ചിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഉണ്ണിമുകുന്ദൻ്റെ റെപ്യൂട്ടേഷനെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഈ വിപിൻ കുമാർ കളിച്ചിരുന്നത്. പുതുമുഖ സംവിധായകരും പുതുമുഖ എഴുത്തുകാരും ഒക്കെ മാനേജറുടെ അടുത്താണ് ആദ്യം എത്തുന്നത്. അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ കഥ കേൾക്കുന്ന ഒരു വിങ് ഉണ്ടാവും. ആ വിങ്ങിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് വിപിൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണല്ലോ ഒരുപാട് പുതുമുഖ സംവിധായകരും എഴുത്തുകാരൊക്കെ ഈ വിപിനെതിരെ പരാതിയുമായിട്ട് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഉണ്ണിമുകുന്ദൻ്റെ ഡേറ്റ് പോലും 5 വർഷത്തേക്കില്ല എന്നൊക്കെ മറുപടി കൊടുത്താണ് ഇവരെ പറഞ്ഞയക്കുന്നത് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇതേ വ്യക്തി തന്നെ, ഈ വിപിൻ എന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് ഉണ്ണിമുകുന്ദന് സിനിമ കിട്ടുന്നില്ല, നല്ലൊരു സിനിമ ഉരുത്തിരിഞ്ഞു വരുന്നില്ല. ഈ സിനിമകൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അത് മുടക്കുന്ന ആളാണ് ഈ പറയുന്നത് എന്ന് ആലോചിക്കണം. ഉണ്ണിമുകുന്ദന് വരുന്ന നല്ല സിനിമകൾ, എത്രയോ നല്ല സിനിമകളുണ്ടാവാം, ഒരുപാട് പുതുമുഖ സംവിധായകർ എഴുത്തുകാരൊക്കെ വന്ന് ഇവരോട് കഥ പറയുമ്പോൾ അത് കേട്ടിട്ട് ഇവരുടെ ഈഗോയുടെ ഇടയിൽ കിടന്നിട്ട് എത്രയോ പേരുടെ സ്വപ്നങ്ങളാണ് തകർന്നു പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതെല്ലാം കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഈ നടന്ന സംഭവം എന്ന് കൂട്ടി വായിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഉണ്ണിമുകുന്ദനെതിരെ ഈ വിപിൻ കുമാർ നടത്തിയ ഗോസിപ്പുകളും ലൂസ് ടോക്കുകളും നഷ്ടപ്പെടുത്തിയ അവസരങ്ങളും എല്ലാം കുറിച്ചുകൊണ്ടാണ് അടുത്ത പാരഗ്രാഫ് ഉണ്ണി എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കേട്ട് കുറേ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കിയ ഉണ്ണിമുകുന്ദൻ കൂടെ നിന്ന് ഈ വിപിൻ എന്ന് പറയുന്ന പ്രഖ്യാപിത മാനേജർ, സ്വയം പ്രഖ്യാപിത മാനേജർ തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഉണ്ണിമുകുന്ദൻ ഈ വിപിൻ കുമാറിനെ നേരിട്ട് പേഴ്സൺ ബൈ പേഴ്സൺ മീറ്റിങ്ങിന് പോകുമ്പോഴാണ് ഈ പറയുന്ന കലാപരിപാടികളെല്ലാം സംഭവിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ വിപിനെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയും
അങ്ങനെ അവർ ഈ പറയുന്ന പോലെ ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്യുന്നു. ഉണ്ണി മുകുന്ദൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ പറയുന്ന വിപിൻ നിരസിച്ചു എന്ന് മാത്രമല്ല, താൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ സത്യസന്ധൻ ചമയാൻ ശ്രമിച്ചു ആ വേളയിൽ. പക്ഷേ ഒരു സുപ്രധാനമായ വെളിപ്പെടുത്തൽ ഉണ്ണി മുകുന്ദൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഉണ്ണി മുകുന്ദൻ കൂടുതലും പ്രകോപിതനായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യം ഇങ്ങനെയാണ്. ഒരു പ്രമുഖ നടിയോട് ഉണ്ണി മുകുന്ദനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ വിപിൻ എന്നുള്ളതാണ്. ആ പ്രമുഖ നടിയോട് ഉണ്ണി മുകുന്ദനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് ഉണ്ണി മുകുന്ദന് പോലും അപമാനമുണ്ടാക്കുന്ന തരത്തിൽ ഇയാൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. കൂടെ നിൽക്കുന്ന ഒരാൾ, അതായത് ഉണ്ണിയുടെ വക്താവ് എന്ന നിലയിൽ കൂടെ നിൽക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ഉണ്ണിയെ തരം താഴ്ത്താൻ കിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കാതെ വിനിയോഗിക്കുന്നത് തിരിച്ചറിയുന്ന ഉണ്ണിയുടെ ആ ഒരു അവസ്ഥ. കഴിഞ്ഞ ദിവസം വിപിൻ പറയുന്നുണ്ടായിരുന്നു, ഉണ്ണിയുടെ കൂടെയുള്ള എല്ലാവരും നിർത്തിപ്പോയി, എല്ലാവരും ഇട്ടിട്ട് പോയി ഉണ്ണിയുടെ സ്വഭാവം കാരണം അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് ഒറ്റിക്കൊടുക്കുന്ന ഒരു സ്വഭാവമല്ലേ ഈ വിപിൻ കാണിച്ചത്? എന്നിട്ട് വന്നിരുന്ന് അദ്ദേഹത്തെ മൊത്തത്തിൽ ഇൻഡസ്ട്രിയിൽ നിന്നും എല്ലാ മനുഷ്യരിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഈ കേസിലൂടെ അയാൾ ഉദ്ദേശിച്ചത്. പക്ഷേ പാളിപ്പോയി. സത്യങ്ങൾ ഈ വിപിൻ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത മാനേജർക്ക് എതിരായിരുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തിനാണ് തന്നെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ സുഹൃത്തുക്കളോടും മറ്റുമൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇതെല്ലാം നിരസിച്ചുകൊണ്ട് എന്തോ വലിയ ഈഗോ കാണിക്കാൻ ശ്രമിച്ച ഈ പറയുന്ന വിപിൻ്റെ ആ ഒരു പെരുമാറ്റത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വിപിൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് ആ സമയത്ത് സംസാരിക്കുന്നത്. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് എന്തോ അഴിച്ചു വെക്കാൻ പറയുന്നുണ്ട്, ആ കൂളിംഗ് ഗ്ലാസ് മാറ്റ് എന്ന് ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട്. അവിടെ ഉണ്ണി മുകുന്ദനൊപ്പം തന്നെ വിഷ്ണു ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തും ഒപ്പം സാക്ഷിയായിട്ടുണ്ടായിരുന്നു. ആ വിഷ്ണു ഉണ്ണിത്താൻ നടന്ന സംഭവങ്ങൾ, അതായത് ഉണ്ണി മുകുന്ദൻ അയാളെ തല്ലിയിട്ടില്ല അടക്കമുള്ള കാര്യങ്ങൾ മനോരമയ്ക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതും ഉണ്ണി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു ഉണ്ണിത്താനോടൊപ്പമാണ് ഉണ്ണി മുകുന്ദൻ ഈ പറയുന്ന വിപിനെ കാണാൻ പോകുന്നത്. ഈ കാണുന്ന വേളയിൽ എന്തോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എന്തോ വലിയ സംഭവം എന്നുള്ള നിലയിൽ ഉണ്ണി മുകുന്ദൻ്റെ മുമ്പിൽ നിന്ന് ഷോ കാണിക്കുകയായിരുന്നു ഈ പറയുന്ന വിപിൻ. അങ്ങനെ ഈ വിപിനോട് കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റാൻ ഉണ്ണി മുകുന്ദൻ പറയുന്നു. അത് മാറ്റാത്ത പക്ഷം അവർക്ക് ഇടയിലുണ്ടായ ചില വാക്ക് തർക്കങ്ങൾക്കിടയിൽ ഉണ്ണി മുകുന്ദൻ പറയുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് വലിച്ചെറിഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. അതൊന്നും അത്ര ശരിയായ കാര്യമല്ല. മർദ്ദിക്കാനോ അത്തരത്തിലുള്ള കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വലിച്ചെറിയാനോ പാടുള്ളതല്ല. എന്നിരുന്നാലും ആ സമയത്തെ ഉണ്ണി മുകുന്ദൻ്റെ മാനസികാവസ്ഥ ഉണ്ണി മുകുന്ദനെ കൊണ്ട് അത് ചെയ്യിച്ചു. അപ്പോഴും ഈ വിപിൻ പറയുന്നത് പോലെ, പരാതിയിലും മാധ്യമങ്ങൾക്ക് മുമ്പിലും പറഞ്ഞതുപോലെ വിപിനെ ഉണ്ണി മുകുന്ദൻ ഒരു തരത്തിലും മർദ്ദിച്ചിട്ടില്ല. അവിടെ CCTV ഉള്ളതാണ്. ആ CCTV ദൃശ്യങ്ങളിൽ ഒരിടത്ത് പോലും ഉണ്ണി വിപിനെ മർദ്ദിക്കുന്നതായ ദൃശ്യങ്ങളില്ല. അപ്പോൾ ആ ഒരു കാര്യം തന്നെ എത്രത്തോളം വലിയ കള്ളത്തരമാണ്. ആ കള്ളത്തരത്തിൻ്റെ മുകളിലാണ് പലരെയും കൂട്ടിച്ചേർത്ത് ഉണ്ണി മുകുന്ദനെതിരെ കഥകൾ ഉണ്ടാക്കിയത്. അതിൽ സുപ്രധാനി ടൊവിനോ തോമസ് ആണ്. ഈ ടൊവിനോ തോമസിൻ്റെ പുതിയൊരു സിനിമ നരിവേട്ട എന്ന് പറയുന്ന പുതിയൊരു സിനിമ പ്രൊമോട്ട് എന്തോ ചെയ്തിരുന്നത് ഈ പറയുന്ന വിപിനായിരുന്നു എന്ന് പറയുന്നു. നരിവേട്ടയെ അഭിനന്ദിച്ചുകൊണ്ട് വിപിൻ കുമാർ ഇട്ട പോസ്റ്റിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് തനിക്കെതിരെ ഇങ്ങനെയൊക്കെ തിരിയുന്നത് എന്നൊക്കെയാണ് വിപിൻ കുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിലും നമുക്ക് മുമ്പിലും വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. പക്ഷേ ടൊവിനോ തോമസ് ഉണ്ണി മുകുന്ദനെ വിളിച്ചിരുന്നു. അവർക്കിടയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ഒരു ഈഗോ പ്രശ്നങ്ങളുമില്ല. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ആഴ്ചയിൽ 1-2 വട്ടമൊക്കെ വിളിക്കുന്ന തരത്തിൽ നല്ല സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച വിപിൻ്റെ ആ കള്ളവും പൊളിഞ്ഞ് പാളീസായി എന്ന് വേണം പറയാൻ. അവസാനത്തെ പാരഗ്രാഫുകളിൽ ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി പറയുന്നുണ്ട്, സിനിമാ മോഹവുമായി വരുന്ന പുതുമുഖങ്ങളോട് ഉണ്ണി മുകുന്ദൻ ഭയങ്കര ബിസിയാണ് 5 വർഷത്തേക്ക് എന്നൊക്കെ പറഞ്ഞവരെ പറഞ്ഞു വിടുന്നൊരു ശീലം ഈ മാനേജർക്കുണ്ടായിരുന്നു, ഈ സ്വയം പ്രഖ്യാപിത മാനേജർക്കുണ്ടായിരുന്നു. പക്ഷേ ഇയാളൊരു മാനേജറേ അല്ലായിരുന്നു എന്ന് ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. സ്വയം പ്രഖ്യാപിത മാനേജർ എന്ന് വിളിക്കാനും കാരണം അതാണ്. നല്ലൊരു സിനിമയുടെ ഭാഗമാവണം എന്ന് ആലോചിച്ചിരിക്കുന്ന ഉണ്ണി മുകുന്ദന് ഇത്തരത്തിലുള്ള ആളുകൾ കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശാപം. ആ ശാപത്തെ ഇപ്പോൾ എടുത്ത് കളഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കുന്നത് ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത മാനേജർ പറയുന്ന ഓരോ വാക്കുകളും പച്ചക്കള്ളങ്ങളാണ് എന്നുള്ളതാണ്. ഈസി ആയിട്ട് ഉണ്ണി മുകുന്ദനെ ടാർഗറ്റ് ചെയ്ത് അങ്ങ് നശിപ്പിച്ച് കളയാം എന്നാണ് ഈ പറയുന്ന വിപിൻ കുമാർ വിചാരിച്ചത്. ഇതും ഈ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ, സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ, PRO ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ അയാളുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് വേണം ഇതിനെ കാണാൻ. ഉണ്ണി മുകുന്ദനെ നശിപ്പിക്കുക, ഉണ്ണി മുകുന്ദൻ്റെ സ്റ്റാർഡവും ഉണ്ണി മുകുന്ദൻ്റെ വളർച്ചയിലും അസൂയ മൂത്ത് ഉണ്ണി മുകുന്ദനെ നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം.
ആ ലക്ഷ്യത്തിൻ്റെ പുറത്താണ് ഇയാൾ ഈ കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ സത്യം അയാൾക്കെതിരായിരുന്നു. ആ ഒരു സത്യത്തിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഉണ്ണിമുകുന്ദനെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിച്ച വിപിൻ കുമാർ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഉണ്ണിമുകുന്ദൻ ഇത്രയും നേരം മൗനം പാലിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ആ പ്രതികരണം വളരെ ശക്തമാണ്. ആകെ ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വലിച്ചെറിഞ്ഞ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ണിമുകുന്ദൻ ചെയ്തതിൽ തെറ്റെന്ന് പറയാൻ പറ്റുക. അതല്ലാത്ത പക്ഷം ഈ വിപിൻ കുമാറിന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത് എന്നാണ് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പറയുന്നത്. അതിലൊരു സുപ്രധാനമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരാൾ കുറിക്കുന്നത് ഇങ്ങനെയാണ്: അവന് ഒരടിയുടെ കുറവുണ്ടായിരുന്നു, അത് ഉണ്ണിമുകുന്ദൻ തന്നെ കൊടുത്തത് നല്ല കാര്യം. ഉണ്ണിയോട് കഥ പറയാൻ വിപിൻ്റെ പുറകെ നടന്ന പലരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ചെയ്തത്. സത്യമെന്തെന്ന് അറിയണമെങ്കിൽ ഉണ്ണിയുടെ ഭാഗം കൂടി കേൾക്കണമെന്നും ജയൻ വന്നേരി എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അതായത് ഉണ്ണിമുകുന്ദൻ്റെ അടുത്ത് കഥ പറയാൻ വന്ന ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഉണ്ണിമുകുന്ദൻ സഫലമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു ചുറ്റുവട്ടം വളരെ പോസിറ്റീവാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകൾ കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഏതൊരു വ്യക്തിയുടെയും ശാപം. അവരുടെ സ്നേഹത്തിലും അവരുടെ കള്ളത്തരങ്ങളിലും മയങ്ങി വീണ് സ്വന്തം ജീവിതം തന്നെ നശിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം സത്യത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ കുറച്ചുകൂടി സ്വതന്ത്രനായിരിക്കുന്നു. ഇനി പുതുമുഖ സംവിധായകർക്കും പുതുമുഖ എഴുത്തുകാർക്കും വളരെ എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്ത് നല്ല നല്ല സിനിമകൾ സംഭവിക്കാൻ ഉണ്ണിമുകുന്ദൻ്റെ കൂട്ടുപിടിക്കാം. ഉണ്ണിമുകുന്ദൻ്റെ കരിയറിന് തന്നെ ഇപ്പോൾ ഈ നടന്ന സംഭവങ്ങൾ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വിപിൻ കുമാർ പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും ആഘോഷമാക്കുന്ന ചില മീഡിയകളെ കണ്ടു. ഉണ്ണിമുകുന്ദൻ്റെ രാഷ്ട്രീയപരമായ നിലപാടുകളും എല്ലാം വെച്ചുകൊണ്ടാണ് പലരും ഉണ്ണിമുകുന്ദനെതിരെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്ത് തിരിയുന്നത് എന്നുള്ളത് സാധാരണ ചോറ് കഴിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവും. പക്ഷേ ഈ ഒരു കേസിൽ ഉണ്ണിമുകുന്ദൻ്റെ ഭാഗത്താണ് ന്യായം. അതുകൊണ്ട് ഉണ്ണിമുകുന്ദനെ ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന മണ്ണിരയെ വെച്ച് തീർത്ത് കളയാം എന്ന് വിചാരിക്കുന്നവരുടെ വായിൽ മണ്ണിടുന്ന പ്രതികരണമാണ് ഉണ്ണിമുകുന്ദൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ പൂർണ്ണമായും നിരപരാധിയാണ്. ഈ വിപിൻ കുമാർ മർദ്ദന കഥയിൽ ഞാൻ പൂർണ്ണമായും ഉണ്ണിമുകുന്ദൻ്റെ പക്ഷത്ത് തന്നെയാണ്. കാരണം അതാണ് സത്യത്തിൻ്റെ പക്ഷം.